പൊട്ടിക്കും ഞാൻ. ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളാ? നിങ്ങളെന്താ തോൽവിയില്ലേ? ഇവിടുത്തെ താമസക്കാർ മാറി. നീ എന്താ ഇവിടെ? അല്ല, കുറച്ച് നാളുമ്പോ കുറച്ച് സമയം ഞാനിവിടെ താമസിച്ചിരുന്നേ. അപ്പൊ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. എടുക്കാൻ മറന്നുപോയി. കൂടെ എന്നെ സ്വന്തം ടൂൾസും അതെടുത്തിട്ട് ഞാൻ അങ്ങനെ പൊക്കോളാം. ഓഹോ, മോഷണാണല്ലേ? വിക്രമേട്ട 100 വിളിക്കേ. ആ 100 ക്യാഷ് ആയിട്ട് തന്നാ മതി. പൈസക്ക് തിരിച്ചയച്ചാ. ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിലാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഇതെന്ത് കളിച്ചതാണ്? ഞാനല്ല കോളിമ്പല്ലി അറിഞ്ഞതാ. അതിനെ നീ ചിരിക്കണ? ഇപ്പൊ കഴിഞ്ഞ ഞാനാ. തുറന്നോട് സസ്പെൻഷനിലാണല്ലോ. അളിയനെന്താ ഈ പാതിരാത്രിയില്? അവന്റെ അളിയൻ എന്താ എവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിയാടി, അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്? അത് നിനക്കെങ്ങനെ അറിയാം? അവനിപ്പോ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ 6 മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം ഉള്ളപ്പോഴാ എന്റെ ജയിലിയാടിയത്. ചാതിയൻ, ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവന് ആക്രമത ഷേണായി. അല്ല, അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ എനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. എങ്കിൽ ഞാൻ പറയില്ല, അളിയൻ അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട. ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കില്ല. ആഹാ, നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ, പിടിക്കും. ഈ പീതാംബരനാ തൊരപ്പനെ പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിലിട്ടിടിക്കും. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലോ? അയ്യോ, എന്ത് അടിമാലി ഫാമിലിയോ? സൗദേവാ, നീ എന്നെ കൈവിടരുത്. വിട്ടാ ഞാനിവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്തല്ലേ? നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പൊ ഇട്ടിലേക്ക് കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞാ കേൾക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കനെ ചെയ്തുവിടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. 1, 2. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? ആരാ? നിങ്ങളില്ല ചായ മാറ്റി കാപ്പിനിയാക്കിനെ ആ ആളാ കാപ്പിയായി. ആഹാ, ആള് മിടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. പോലീസാ? അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. എനിക്ക് മനസ്സിലായില്ല സഹദേവ. ആഹാ, 2 പല്ലുകൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? मैं जूली को ढूंढने आई हूँ, वो इसके अंदर है. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കയറിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയായിരുന്നു രാവിലെ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും. ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. मेरी जूली को जल्दी वापस करना. ആരാ? मेरी जूली को जल्दी वापस करना. ബാപ്പ ജോലിക്ക് പോയെന്നാണോ? जूली कहाँ है? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു. ഇപ്പൊ കയ്യിലിരിപ്പോണ്ട് സസ്പെൻഷനിലാ. ഭയങ്കര മിടുക്കനാ. मेरे साथ मजाक नहीं करना. मुझे मालूम है मेरी जूली यही है. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോന്ന്. പെണ്ണോ? ഞാൻ അത്രക്കാരൻ നഹി ഹേ. നിന്റെ അച്ഛനെങ്ങാനും? इसके अंदर कोई लड़की लोग देखी है. मुझे लगता है आप गलती से इधर आए. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെയിലെ ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫ് അല്ല, ചീഫ് കള്ളൻ. നീ എന്റെ വില കളല്ലേ? ചോടോ മുझे. സുനോ, ജൂലി കോ ബോൾത്തെ സെ ആപ്കി ബഹനെ? ഏയ്, പട്ടിയെ നോക്കാൻ വന്നവൻ പട്ടിയെ നോക്കിയാൽ മതി. കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട്. അവനൊരു ഹിന്ദി. ഹി ഈസ് മൈ സർവന്റ്. नौकर? नौकर उसका बाप का माम का पिताजी है. എന്നെന്തിനെ പൊക്കി പറയടേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പോയി പട്ടി അപ്പിട്ടോ നോക്കടാ. പട്ടി അപ്പിട്ടോ നോക്കാം. പട്ടിയുടെ കുട്ടിയൊന്നല്ല, നീ പോയി നോക്കടാ. സുനോ, ഫിർ മിലേഗാ. मेरी कुतिया को छुपा कर रखने की कोशिश की तो मैं तुम्हारे बारे में पुलिस में कंप्लेन करूंगी. അവനെന്താ പറഞ്ഞെന്നറിയാമോ? എന്നാ അവക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. പൊളിക്കും പൊളിക്കും. അയ്യോ, കൊല്ലാൻ പറഞ്ഞു. कौन हो तुम? സോറി, എനിക്ക് ഫ്ലാറ്റ് മാറി. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കുന്നത്? നിനക്ക് പേ ഇളകിയ? എനിക്കല്ല, നിന്റെ പട്ടിക്കാണ് പേ ഇളകിയത്. പട്ടിക്ക? ആ, എടാ ആ കട്ടിലേക്ക് കിടന്ന് കൊരയോട് കൊര കൊര കൊരോ കൊര കൊര. കണ്ട
അർജുൻ അർജുൻ കണ്ട കണ്ട അർജുൻ കാം കാം അനുസരണ പറ്റിയാണ് കമ്മോത്. ചുമ്മാ ഇടാ. ഇതെന്താ ബ്ലാങ്കറ്റിന്റെ അടിയില് പനി ഉണ്ടാവില്ല? ചുമയുണ്ടെന്നൊന്ന് കുറക്കണ്ട. അർജുൻ അർജുൻ എടാ ഇത് അവളുടെ പട്ടിയല്ലേ? ഇതിനെ അന്വേഷിച്ചായിരിക്കും അവള് വന്നത്. എടാ ഇതാ വളച്ചിട്ടൊന്നാണെട്ടാ. ദൈവമേ ഇത് പ്രായപൂർത്തിയാകാത്ത പട്ടിയാണ്. ഇത് പീഡന കേസ് ആവൂടാ. അർജുൻ നീ എന്ത് തോന്നിയ കാണിച്ചേ? നീ എന്നെ കുറിച്ച് ഓർത്തോ? നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്തോ? അതെന്തിനാ? നീ മിണ്ടരുത്. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. ഈ പെൺപറ്റി എങ്ങനെ പ്രഗ്നന്റ് ആയ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ജൂലി ജോലി ആവാതിരുന്നാ മതി. ജൂലി നിങ്ങൾ പെണ്ണുങ്ങളല്ലേ നിങ്ങളെ സൂക്ഷിക്കേണ്ടത്. ലിപ്റ്റ് കിസ്സാ ഇതൊക്കെ ചേച്ചി പഠിപ്പിച്ചതാ? ചെവി കക്ഷ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം? ജൂലി मेरी जूली को बंद करके इतना तमाशा किया कचरा लोग. കച്ചറ? നീ കച്ചറ എന്ന് പറഞ്ഞ വാക്കിന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ പച്ചത്തറിയാന്ന്. ഞാൻ വെറും കച്ചറയല്ല, മഹാ 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 കച്ചറ. നിനക്കൊരു കാര്യം അറിയോ? ഹേ തും കുത്ത മേം കുത്ത ലവ് ഹേ. क्या? അത് വേണ്ട. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. तुझे मैं जरूर पुलिस में पकड़ाऊंगी. പോലീസിനെ കൊണ്ട് പക്കിലടിപ്പിക്കുന്നു. മോളെ നീ ഒരു കാര്യം ഓർത്തോ, എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല, പിന്നെ അർജുനും ജൂലിയും ഈ മിണ്ടാപ്രാണികളുടെ കാര്യം ഓർത്തിട്ടാ. അവര് കണ്ടു, അടുത്തു, സ്നേഹിച്ചു, ഒരു രാത്രിയിൽ ഒരുമിച്ച് കഴിഞ്ഞു, ഹണിമൂണായി. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ എനിക്ക് തന്നെ എത്രയേറെ ഇഷ്ടാണെന്ന്? നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്നായിക്കൂടെ? അവർക്കൊരു അച്ഛനമ്മ വേണ്ടേ? चुप बेवकूफ, निकल जाओ यहाँ से. അതിന് പറയാം. ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ഹിന്ദിക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇത്രയേറെ സ്ഥാനമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹിന്ദി പഠിച്ചേ പറ്റൂ. മുझे कुछ कहना है.